ഹലോ കുട്ടികളെ, എല്ലാവർക്കും പ്രിയങ്ക ട്യൂട്ടോറിയൽസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠഭാഗം ഏതാണെന്ന് അറിയണ്ടേ? 8ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ആദ്യത്തെ പാഠഭാഗമായ കുരുവിയും കാട്ടുതീയും എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് വിശദീകരിക്കാനായി പോകുന്നത്. കുരുവിയും കാട്ടുതീയും പ്രാണവായുവാണ്, ജീവജലമാണ്. അന്യമായി നിറയുന്ന പ്രകൃതിയിൽ നിന്നും എടുത്താൽ മതിയോ കൊടുക്കുകയും വേണ്ടി എന്നൊരു വാചകമാണ് ആദ്യം നമുക്ക് ഈ പാഠഭാഗത്ത് നൽകിയിരിക്കുന്നത്. കുരുവിയും കാട്ടുതീയും ഇത് ആരാണ് എഴുതിയതെന്ന് നോക്കാം. 1936 തൃശൂരിലെ ഇരിങ്ങാലക്കുടയിലാണ് പി സച്ചിദാനന്ദൻ എന്ന ആനന്ദ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ പേരെന്താണ്? പി സച്ചിദാനന്ദൻ. അദ്ദേഹം എഴുതിയ ഒരു ചെറുകഥയാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കഥാഭാഗം ഏതാണ്? കുരുവിയും കാട്ടുതീയും. 1936 തൃശൂരിലെ ഇരിങ്ങാലക്കുടയിലാണ് പി സച്ചിദാനന്ദൻ എന്ന ആനന്ദ് ജനിച്ചത്. ഒരു സിവിൽ എഞ്ചിനീയറായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച അദ്ദേഹം 4 വർഷത്തോളം ഇന്ത്യൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചു. തുടർന്ന് കേന്ദ്ര വാട്ടർ കമ്മീഷൻ പ്ലാനിംഗ് ഡയറക്ടറായി ജോലി നൽകി വിരമിച്ചു. അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരം ഏതൊക്കെയാണ്? എഴുത്തച്ഛൻ പുരസ്കാരം 2019 അദ്ദേഹത്തിന് തേടിയെത്തി. അതുപോലെ തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, വള്ളത്തോൾ പുരസ്കാരം. ഇത്രയും പുരസ്കാരങ്ങളാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. കുരുവിയും കാട്ടുതീയും. കാട്ടിൽ തീ പടർന്നു. പക്ഷികളും മൃഗങ്ങളും ജീവന് വേണ്ടി പരക്കം പാഞ്ഞു. ഒത്തിരി മൃഗങ്ങൾ കാട്ടുതീയിൽ വെന്തു മരിച്ചു. ഈ സമയത്ത് ഒരു കൊച്ചു കുരുവി മാത്രം പുഴയിൽ നിന്നും കൊച്ചു ചുണ്ടിൽ വെള്ളം നിറച്ച് ആളിക്കത്തുന്ന കാട്ടുതീ കെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. കുരുവി ഇത് പലതവണ ആവർത്തിച്ചു. ഇത് കണ്ട മഴദേവൻ കുരുവിയെ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു, നീ എന്ത് മടയത്തമാണ് ഈ കാണിക്കുന്നത്? ഇത്തിരി പോന്ന നിനക്ക് ഈ കാട്ടുതീ കെടുത്താനാകുമോ? കുരുവി പറഞ്ഞു, ഈ കാട്ടുതീ ഒത്തിരി പക്ഷികളുടെയും മൃഗങ്ങളുടെയും ജീവൻ എടുത്തത് കാണുന്നില്ലേ? അങ്ങയ്ക്ക് ശക്തമായ ഒരു മഴ കൊണ്ട് ഈ കാട്ടുതീ അണയ്ക്കാം. ഞാൻ എനിക്കാവുന്നത് ചെയ്യുന്നു. ഇത്രയും പറഞ്ഞ് കുരുവി തന്റെ ജോലി തുടർന്നു. തീ തന്റെ ജീവൻ എടുക്കും വരെ. ഇനി ഇതിലെ പ്രധാന അർത്ഥങ്ങളും ആശയവും എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിലെ പ്രധാന അർത്ഥങ്ങൾ എന്താണെന്ന് നോക്കാം. ആദ്യത്തെ അർത്ഥമാണ് ഒത്തൊരുമ. ഒത്തൊരുമ എന്ന് വെച്ചാൽ എന്താണ്? ഐക്യം, ഒരുമ. ഇര തേടുക, ആഹാരം അന്വേഷിക്കുക. കാട്ടുതീ, വനത്തിൽ ഉണ്ടാകുന്ന തീ. ആവർത്തിച്ച് വീണ്ടും വീണ്ടും. പരിഹസിക്കുക, കളിയാക്കുക. ദൃഢസ്വരം, ഉറച്ച ശബ്ദം. ഈ കഥയിൽ നിന്നും നമ്മൾ പഠിച്ച ഗുണപാഠം എന്തെന്ന് നോക്കാം. ഈ കഥയിൽ നിന്ന് നമ്മൾ പഠിച്ച ഗുണപാഠം എന്തെന്ന് നോക്കിയാലോ? നമ്മുടെ സമൂഹത്തിലോ നമ്മുടെ സ്കൂളിലോ അല്ലെങ്കിൽ വീട്ടിലോ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ ഞാൻ ചെറിയ കുട്ടിയല്ലേ, ഞാൻ ഒറ്റൊരാൾ വിചാരിച്ചാൽ എന്ത് മാറാനാണ് എന്ന് കരുതി നമ്മൾ ഒരിക്കലും മാറി നിൽക്കരുത്. നമ്മളാൽ കഴിയുന്ന ചെറിയ സഹായം, അത് ചിലപ്പോൾ ഒരു നല്ല വാക്കോ അല്ലെങ്കിൽ ചെറിയൊരു പ്രവൃത്തിയോ ആകാം. അത് ചെയ്യാൻ നമ്മൾ മടിക്കരുത്. ചെറിയ ചെറിയ തുള്ളികൾ ചേർന്നാണ് വലിയ മഹാസമുദ്രം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കുരുവിയെ പോലെ ധീരമായി ചിന്തിക്കാൻ നമ്മൾ ശീലിക്കണം എന്ന പ്രധാന ഗുണപാഠമാണ് ഈ അധ്യായത്തിലൂടെ നൽകുന്നത്. ഇതിലെ പ്രധാന ആശയം എന്തെന്ന് നോക്കാം. ഈ കഥയിലെ പ്രധാന കഥാപാത്രമാണ് മഴദേവനും കുരുവിയും. മഴദേവന്റെ മനോഭാവം ഈ പാഠത്തിൽ എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? വലിയ അധികാരവും ശക്തിയും ഉണ്ടായിട്ടും ആപത്തിൽ പെടുന്നവരെ സഹായിക്കാതെ മാറി നിൽക്കുന്ന സമൂഹത്തിലെ സ്വാർത്ഥരായ മനുഷ്യരുടെ പ്രതീകമാണ് മഴദേവൻ. കുരുവിയുടെ സന്ദേശം എന്തായിരുന്നു? നന്മ ചെയ്യാൻ വലിയ ശക്തിയോ വലിപ്പമോ ആവശ്യമില്ല, മറിച്ച് നല്ലൊരു മനസ്സുണ്ടായാൽ മതി.
മറ്റുള്ളവർ മടിച്ചു നിൽക്കുമ്പോഴും നമ്മളാൽ കഴിയുന്ന ചെറിയ സഹായമെങ്കിലും ചെയ്യാൻ നമ്മൾ തയ്യാറാകണം എന്ന വലിയ സന്ദേശമാണ് ഈ പാഠഭാഗത്തിലൂടെ നൽകുന്നത്. അപ്പം ഇതിൽ പ്രധാന ആശയം എന്ന് പറയുന്നത് മഴദേവന്റെ മനോഭാവവും കുരുവിയുടെ സന്ദേശവുമാണ്. ഈ പാഠഭാഗത്തിലെ പഠന പ്രവർത്തനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ഈ പാഠഭാഗം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് 2 ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ ചിത്രത്തിലേക്ക് നോക്കൂ. മുരളി നാഗപ്പുഴയുടെയും സി ബി ഷിബുവിന്റെയും 2 ചിത്രങ്ങളാണ് നമുക്കിവിടെ നൽകിയിരിക്കുന്നത്. ഈ തന്നിരിക്കുന്ന ചിത്രങ്ങൾ നമ്മോട് പറയുന്നത് എന്താണ് എന്ന് ചർച്ച ചെയ്യാം. എന്താണ് ചർച്ച ചെയ്യുന്നത്? ഈ ചിത്രങ്ങൾ കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? പൂക്കളും ചെടികളും മരങ്ങളും പക്ഷി മൃഗാദികളും നിറഞ്ഞ ഒരു മനോഹര പ്രകൃതിയുടെ കാഴ്ചാനുഭവമാണ് മുരളി നാഗപ്പുഴയുടെ ഒന്നാം ചിത്രം നൽകുന്നത്. വരണ്ട് വിണ്ടുകീറിയ ഭൂമിയും കുടിവെള്ളവും തേടി അലയുന്ന മനുഷ്യരെയും സിബി ഷിബുവിന്റെ 2ാം ചിത്രത്തിൽ കാണാം. മനോഹര പ്രകൃതിയെ കാലാകാലമായി ചൂഷണം ചെയ്ത് നശിപ്പിക്കുകയും മനുഷ്യന്റെ നിലനിൽപ്പ് പോലും ഇല്ലാതാകുകയും വിധം ഭീഷണിയായ കാലാവസ്ഥാ വ്യതിയാനത്തെ സൂചിപ്പിക്കുന്നുണ്ട് ഈ ചിത്രങ്ങൾ. പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഓരോ മനുഷ്യനുമുണ്ട് എന്ന് ഈ ചിത്രത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇതാണ് ആ 2 ചിത്രത്തിന്റെയും നമ്മളോട് പറയുന്നത്. ഇനി 2ാമത്തെ പ്രവർത്തനം എന്താണെന്ന് നമുക്ക് നോക്കാം. അഭിപ്രായക്കുറിപ്പ്. കാട്ടുതീ ഇത്തിരി പക്ഷികളുടെയും മൃഗങ്ങളുടെയും ജീവൻ എടുക്കുന്നത് കാണുന്നില്ലേ എന്ന് കുരുവി മഴദേവനോട് ചോദിക്കുന്നു. എന്നാൽ മഴദേവൻ എന്താണ് ചെയ്തത്? 2 പേരുടെയും മനോഭാവങ്ങളിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളത്? നിങ്ങൾ ആരുടെ ഭാഗത്ത് നിൽക്കുന്നു? നിങ്ങളുടെ അഭിപ്രായം എഴുതുക. ഉത്തരം: നിന്റെ ഈ ചെറിയ ശ്രമം കൊണ്ടാണോ തീ കെടുത്താൻ കഴിയുക എന്നതായിരുന്നു മഴദേവന്റെ കുരുവിയോടുള്ള പരിഹാസം. എന്നാൽ കുരുവി തന്നാൽ കഴിയുന്ന ചെറിയ സഹായം പോലും ഉപേക്ഷിക്കാതെ തീ കെടുത്താൻ ശ്രമിച്ചു. ഇവിടെ കുരുവിയുടെയും മഴദേവന്റെയും മനോഭാവത്തിൽ വലിയ വ്യത്യാസമുണ്ട്. മഴദേവൻ പ്രത്യക്ഷത്തിൽ ക്ഷോഭം കാട്ടുകയോ മറ്റ് സഹായ ഹസ്തകൾ ചെയ്യാതെ പരിഹസിക്കുന്നൊക്കെയാണ് ഉണ്ടായത്. എന്നാൽ കുരുവി കാടക ജീവിതങ്ങളെ രക്ഷിക്കാൻ തന്നാൽ കഴിയുന്ന സഹജീവികൾ എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. സഹജീവികളെ രക്ഷിക്കാൻ തന്നാൽ കഴിയാവുന്നതെല്ലാം ചെയ്തു. നാം എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന വേളയിൽ സ്വയം ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തപൂർണമായുള്ള സഹായഹസ്തങ്ങൾ വലിയൊരു അഭിലഷണീയ മാറ്റങ്ങൾക്ക് ഇടയാക്കിയേക്കും. ഇവിടെ കുരുവികളുടെ നിലപാടുകൾ പാരിസ്ഥിതികതവും സംരക്ഷണാർത്ഥവുമാണ്. അടുത്ത പ്രവർത്തനം: കഥയെഴുതൂ, പതിപ്പാക്കൂ. ഈ കഥയിലെ കുരുവിയുടെയും മഴദേവന്റെയും തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിച്ചുവല്ലോ. ഇതിനു പകരം കുരുവിയുടെയും കാടു തമ്മിലുള്ള സംഭാഷണമായിരുന്നെങ്കിൽ കഥാഗതിയിൽ എന്തു മാറ്റമാണ് സംഭവിക്കുക? സങ്കൽപ്പിച്ച് കഥ എഴുതി പതിപ്പാക്കും. കുരുവിയും കാടും. കാട്ടുതീ പടർന്നു. മൃഗങ്ങളും പക്ഷികളും പേടിച്ചോടി പോയി. കുരുവി പുഴയിൽ നിന്ന് വെള്ളം കൊച്ചു ചുണ്ടിൽ എടുത്ത് തീ കെടുത്താൻ ശ്രമിച്ചു. ഇത് കണ്ട കാട് അത്ഭുതത്തോടെ കുരുവിയോട് ചോദിച്ചു, കുരുവിയെ, ഈ പെരും കാട്ടുതീ നിന്നെ കൊണ്ട് അണയ്ക്കാൻ കഴിയുമോ? അപ്പോൾ കുരുവി പറഞ്ഞു, എന്റെ വീടാണ്. എന്റെ സുഹൃത്തുക്കളെ സംരക്ഷിക്കേണ്ടത് എന്റെ കടമയാണ്. എനിക്കാവുന്നത് ഞാൻ ചെയ്യുന്നു. അത്രമാത്രം. കുരുവികളുടെ പ്രചോദനം മഴദേവനും താല്പര്യമുണർത്തി. ആകാശത്തേക്ക് മേഘങ്ങൾ ഇരുണ്ട് ശക്തിയായി മഴ പെയ്തു. അങ്ങനെ തീ അണഞ്ഞു. എന്താണ് ഇതിൽ നിന്ന് കിട്ടിയ ഗുണപാഠം? ഓരോരുത്തർക്കും അവരുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോഴാണ് ലോകം എപ്പോഴും സുരക്ഷിതമായി ഇരിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകും.
ആശയവ്യത്യാസം. ഇത് പലതവണ ആവർത്തിച്ചു. ഇത് പലതവണ ആവർത്തിക്കും. ഇത് പലതവണ ആവർത്തിക്കുന്നു. അടിവരയിട്ട പദങ്ങളുടെ പ്രയോഗം വാക്യങ്ങളുടെ തലത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്ത്? അതിന്റെ കാരണം ചർച്ച ചെയ്യൂ. ഇത്തരം പദങ്ങൾ കൂടുതൽ കണ്ടെത്തി എഴുതുക. ഇത് പലതവണ ആവർത്തിച്ചു. ഇത് പലതവണ ആവർത്തിക്കും. ഇത് പലതവണ ആവർത്തിക്കുന്നു. ചർച്ച ചെയ്ത് ഇത്തരം പദങ്ങൾ കൂടി കണ്ടെത്തി എഴുതുക. ഈ മൂന്ന് പദരൂപങ്ങളുടെയും വ്യത്യാസം കാലവചനത്തിന്റെ അടിസ്ഥാനത്തിലേക്കാണ്. പദങ്ങളുടെ മാറ്റം വാക്യത്തിന്റെ അർത്ഥത്തെ തന്നെ മാറ്റുന്നു. കൂടുതൽ ഉദാഹരണങ്ങൾ: ചിന്തിച്ചു, ചിന്തിക്കുന്നു, ചിന്തിക്കും. പറഞ്ഞു, പറയുന്നു, പറയും. പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, പറഞ്ഞിരിക്കുന്നു, പറയാൻ പോകുന്നു. ഇവിടെ ഉദാഹരണങ്ങളിൽ അടിവരയിട്ട ഒന്നാം പദരൂപം പ്രവൃത്തി കഴിഞ്ഞു പോയതിനെ സൂചിപ്പിക്കുന്നു. രണ്ടാമത്തേത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു. മൂന്നാം പദരൂപം നടക്കാൻ പോകുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു. ഇത്രയും പഠന പ്രവർത്തനങ്ങളാണ് ഈ പാഠഭാഗത്ത് ഉള്ളത്.